കഴിഞ്ഞ 5 വർഷക്കാലം കൊല്ലം കോർപ്പറേഷനിലെ ആശ്രാമം ഡിവിഷനിൽ നടപ്പിലാക്കിയ മാതൃകാപരമായ വികസനം മുന്നോട്ട് വെച്ചാണ് ഇത്തവണ NDA മത്സരരംഗത്തുള്ളത്. അഭിഭാഷകനും അധ്യാപകനും കൂടിയായ അഡ്വക്കേറ്റ് സുരേഷ് കുമാറാണ് സ്ഥാനാർത്ഥി. കോർപ്പറേഷൻ നൽകിയ മുഴുവൻ തുകയും ചിലവഴിച്ചുള്ള വികസനത്തിലുപരി കേന്ദ്ര വിദ്യാർത്ഥികളടക്കം നടപ്പിലാക്കിയാണ് കൗൺസിലറായിരുന്ന സജിതാനന്ദ ടീച്ചറുടെ പടിയിറക്കം. M. മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഏറെക്കാലമായി ഇടതുമുന്നണിയുടെ സിറ്റിംഗ് സീറ്റായിരുന്ന ആശ്രാമം ഡിവിഷനിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് BJP വിജയിച്ചു വന്നത്. 5 വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങൾ അത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നതിന്റെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇത്തവണയും ജനവിധി തേടുന്നത്. എന്നോടൊപ്പം ഉള്ളത് കഴിഞ്ഞ ഈ കാലങ്ങൾ അത്രയും ഇവിടെയുള്ള കൗൺസിലറായിരുന്ന സജിതാനന്ദ ടീച്ചറും അതോടൊപ്പം തന്നെ ഇപ്പോൾ മത്സര രംഗത്തുള്ള പുതിയ BJPയുടെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സുരേഷ് കുമാറുമാണ്. എങ്ങനെയുണ്ട് പ്രചരണമൊക്കെ? എത്ര തവണ വീടുകളിലൊക്കെ കയറി ഇപ്പോൾ മുന്നോട്ട് പോകുന്നു? പ്രചരണം വളരെ ഭംഗിയായി നടക്കുന്നുണ്ട്. ഞങ്ങൾ 3 റൗണ്ട് കയറി കഴിഞ്ഞു. ഈ 3 റൗണ്ട് കയറിയപ്പോഴും ജനങ്ങളുടെ ഇടയിൽ നല്ല സംതൃപ്തിയാണുള്ളത്, സന്തോഷമാണുള്ളത്, വലിയ പ്രതീക്ഷയാണ് അവർക്കുള്ളത്. ജനങ്ങളോട് സംവദിക്കുന്നത് ഈ വികസനത്തിനെ പറ്റി തന്നെയാണല്ലേ? വികസനത്തെക്കുറിച്ച് മാത്രമാണ് നമ്മൾ പറയുന്നത്. വികസനം തന്നെയാണ് നമ്മുടെ ലക്ഷ്യവും. അതുപോലെ തന്നെ ഈ ടീച്ചർ ചെയ്തു വെച്ച കാര്യങ്ങൾ അത് അവർ നല്ല രീതിയിൽ സന്തോഷത്തോടുകൂടി പ്രകടിപ്പിക്കുന്നുണ്ട്. അതെനിക്ക് കൂടുതൽ ആത്മവിശ്വാസം തരുന്നുണ്ട്. തീർച്ചയായും ടീച്ചർ നമ്മളോടൊപ്പം ഉണ്ട്. എന്തായാലും കഴിഞ്ഞ ഈ ഒരു 5 വർഷക്കാലം അത് ജനങ്ങളോടൊപ്പം ജനങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്രവർത്തിച്ചു. എങ്ങനെയുണ്ട് ആ ഒരു അനുഭവം? കഴിഞ്ഞ 5 വർഷക്കാലം സാധാരണ ജനങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കാനായിട്ട് സാധിച്ചു. അതുമാത്രമല്ല, നമ്മുടെ ജനങ്ങൾക്കിടയിലേക്ക് നമുക്ക് ഒരുപാട് കടന്നു ചെല്ലാനായിട്ട് സാധിച്ചു. പിന്നെ നമ്മുടെ കോർപ്പറേഷന്റെ പദ്ധതികളെല്ലാം തന്നെ കൃത്യമായി അവരിലേക്ക്, ജനകീയാസൂത്രണ പദ്ധതികളായിക്കോട്ടെ, കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടുകളാവട്ടെ, എന്തു ആയാലും അതെല്ലാം നമ്മൾ കൃത്യമായി അവരിലേക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ഡിവിഷന് വേണ്ടി പ്രത്യേകമായി എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? നമ്മുടെ ഡിവിഷനിൽ 10-40 വർഷമായിട്ട് വെള്ളക്കെട്ടായിരുന്ന പ്രദേശങ്ങളെല്ലാം പുതിയ ഓട നിർമ്മിച്ച് നമുക്കത് ആ വെള്ളക്കെട്ടിൽ നിന്ന് അവരെ രക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നീട് റോഡുകളായാലും പിന്നെ വഴിവിളക്കുകളായാലും എല്ലാം സമയബന്ധിതമായി കൃത്യമായി നിർവഹിക്കാൻ, അതെല്ലാം ചെയ്തു തീർക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. കേന്ദ്ര പദ്ധതികൾ എത്തിക്കാൻ കൂടുതൽ സാധിച്ചല്ലേ? കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളെല്ലാം നമ്മൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിച്ചു. അതുപോലെ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നമ്മൾ സാധാരണക്കാരായ രോഗികളായവർക്കൊക്കെ നമ്മൾ ഫണ്ട് അനുവദിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെച്ചു എന്നുള്ളത് തന്നെയാണല്ലേ നമുക്ക് ഈ വിജയിക്കാനുള്ള ഒരു ആത്മവിശ്വാസം? തീർച്ചയായിട്ടും അത് തന്നെയാണ് എൻ്റെ ആത്മവിശ്വാസം. എങ്ങനെയുണ്ട് ഈ അതായത് മുൻകാലത്ത് ഈ ഡിവിഷൻ എടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന പല ഡിവിഷനുകളിലും ജനങ്ങളൊക്കെ പറയുന്ന ഈ പരാതി എന്ന് പറയുന്നത് അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരു അപര്യാപ്തതയാണ്. പക്ഷേ ഇവിടെ അതിന് വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. തീർച്ചയായും നല്ല മാറ്റം വന്നിട്ടുണ്ട്. ബേസിക് നീഡ്സ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പം തന്നെ കൊച്ചു കൊച്ചു റോഡുകളായിക്കൊള്ളട്ടെ, കുടിവെള്ളം എത്തിക്കുന്നതിലായിക്കൊള്ളട്ടെ, ലൈറ്റുകൾ പ്രകാശിപ്പിക്കുന്നതിലായിക്കൊള്ളട്ടെ, എല്ലാത്തിലും വളരെ ആത്മാർത്ഥയോടും വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് എൻ്റെ കൗൺസിലർ വെച്ചിട്ടുള്ളത്. അത് തന്നെയാണ് എനിക്ക് മുതൽക്കൂട്ട്, അത് തന്നെയാണ് എൻ്റെ അസറ്റും. തീർച്ചയായും എന്തായാലും ഒരു അധ്യാപിക കൂടെയാണ്. അപ്പോൾ ആ ഒരു സമയം കുട്ടികളോടൊപ്പമുള്ള സമയവും അതോടൊപ്പം നാട്ടുകാരോടും അല്ലേ? അതെ, ഉറപ്പായിട്ടും. കഴിഞ്ഞ 5 വർഷമായിട്ട് നമുക്കത് സ്കൂളിൽ പോകാൻ സാധിച്ചിട്ടില്ല. സമയം കുറവ് കാരണം നമ്മൾ ആ ജോലി ഉപേക്ഷിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ വർക്കിലേക്ക് ഇറങ്ങിയത്. എന്തായാലും മാതൃകാപരമായിട്ടുള്ള ഒരു കൗൺസിലർ ഇവിടെ മുൻപ് ഉണ്ടായിരുന്നു. അതിന്റെ ആ വികസന തുടർച്ച തന്നെയാകും ഈ വാർഡിൽ ഉണ്ടാകുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ജനങ്ങളൊക്കെ തന്നെ വലിയ പ്രതീക്ഷയിലാണ്. കാരണം ഇത്രയും കാലം പല ഡിവിഷനുകളിലൊക്കെ പോകുമ്പോഴും ഇടതു വലതു മുന്നണികൾ ഭരിച്ചിരുന്ന പല ഡിവിഷനുകളിലും ഇന്നും ജനങ്ങൾ ആവശ്യപ്പെടുന്നത് അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളാണ്. പക്ഷേ ഈ ആശ്രാമം ഡിവിഷനിൽ വലിയ മാറ്റമാണ് ഈ NDA വിജയിച്ചു വന്നപ്പോൾ കാണാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങൾ, ഇനി തെരഞ്ഞെടുപ്പ് പോരാട്ടം ശക്തമാവുകയാണ്. ഈ കൊല്ലം കോർപ്പറേഷനിൽ വലിയ പ്രതീക്ഷ തന്നെയാണ് BJPക്കുള്ളത്. ബിജു പരൂരിനൊപ്പം M. മനോജ്, ജനം, കൊല്ലം.